ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രണവും പാർവതിയും ആരെയും അറിയിക്കാതെ ശിവാനിയെയും വസുന്ധരയെയും അറിയിക്കാതെ ഗൗതം നടത്താൻ പോകുന്ന ഭൂമി പൂജയുടെ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി പോകാനൊരുങ്ങാൻ കേട്ടോ. അപ്പോൾ ഇതെല്ലാം അറിയുന്ന ശിവാനിയും വസുന്ധരയും അവരെ ആ ചടങ്ങിന് എത്തിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു നമ്പർ ഇറക്കാണ്. അങ്ങനെ അവർ പോകുന്ന സമയത്ത് പെട്ടെന്ന് വസുന്ധര പറയണം, പ്രണവ് നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അമ്മയുടെ കൂടെ അമ്പലത്തിലേക്കാണെന്ന് പറയട്ടോ. അപ്പോൾ എങ്കിൽ നീ ഇന്ന് അമ്പലത്തിലേക്ക് പോവാതിരിക്കുക, കാരണം എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു കാര്യം നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാനുണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് എന്ന് ചോദിക്കേട്ടോ. അപ്പോൾ പ്രണവിനോട് വസുന്ധര പറയാണ്, അത് എനിക്ക് 10 ലക്ഷം രൂപ ഇന്ന ആൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ആ ആളുടെ വീട്ടിലേക്കാണ് നീ പോവേണ്ടത് എന്ന് പറയുമ്പോൾ അത് പിന്നെ ആൻറ്റി നാളെ പോയാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ അല്ല, ഇന്ന് തന്നെ പോകണം, 10 ലക്ഷം രൂപയാണ്, ഇന്ന് തന്നെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നീ അവിടേക്ക് പോകണം, തനിച്ച് അമ്പലത്തിലേക്ക് പോയിക്കോളും എന്ന് പറയുമ്പോൾ അത് പിന്നെ ആൻറ്റി ഞാൻ ഇന്ന് അമ്മയുടെ കൂടെ പോവാമെന്ന് പറഞ്ഞതല്ലേ, അതുകൊണ്ട് ഞാൻ അമ്പലത്തിലേക്ക് പോവുകയാണെന്ന് പറയുമ്പോൾ ഇല്ല പ്രണവ്, നിന്നോട് ഞാൻ പറഞ്ഞത് ആദ്യം അനുസരിക്കുക എന്ന് പറഞ്ഞ് വസുന്ധര വാശി പിടിക്കാൻ കേട്ടോ. അങ്ങനെ പ്രണവ് നിവൃത്തിയില്ലാതെ ആ ശരി ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞ് പ്രണവ് പോവാണ്. അപ്പോൾ പ്രണവ് പോകുന്ന സമയത്ത് പാർവതിയോട് പറയണ, അമ്മ ഇന്ന് അമ്പലത്തിലേക്ക് പോയിക്കോ, എനിക്കിപ്പോൾ അത്യാവശ്യമായിട്ട് അവിടേക്ക് പോകാനുള്ളതല്ലേ, അതുകൊണ്ട് തൽക്കാലം അമ്മ ഇപ്പോൾ ഒറ്റയ്ക്ക് പോയിക്കോ എന്ന് പറഞ്ഞ് പ്രണവ് ആദ്യം തന്നെ പോവാട്ടോ. അപ്പോൾ പ്രണവ് പാർവതിയോട് കണ്ണുകൊണ്ടൊന്ന് കാണിച്ചിട്ടുണ്ടാവും ഇവരെ ഇപ്പോൾ തൽക്കാലം പറ്റിക്കാം എന്നുള്ള ഭാവത്തിൽ. അങ്ങനെ പാർവതി തനിച്ച് അമ്പലത്തിലേക്കാണെന്നും പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങാൻ കേട്ടോ. അപ്പോൾ ശിവാനിയും വസുന്ധരയും മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇനി ഇവർ രണ്ടുപേരും കൂടി പോകുന്നത് ഞാനൊന്ന് കാണട്ടെ, പ്രണവിനെയെങ്കിലും അവിടേക്ക് പറഞ്ഞയക്കാതിരിക്കുന്നത് നന്നായുള്ളൂ, പ്രണവിനെ കൂടി അവിടേക്ക് പറഞ്ഞയച്ചാൽ നിധിയും ഗൗതമും വീണ്ടും ഈ വീട്ടിലേക്ക് തന്നെ വരും, അതിനുള്ള വഴിയാണ് ഞാനിപ്പോൾ തടയിട്ടത് എന്നൊക്കെ ശിവാനി മനസ്സിൽ ചിന്തിക്കുകയാണ്. എന്നിട്ട് പ്രണവ് വഴിയിൽ കാത്തു നിൽക്കുകയാണ്, പാർവതി വരുന്നതും കാത്ത്. അങ്ങനെ പാർവതിയെ കണ്ടപ്പോൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് ഗൗതമും നിധിയും കൊടുത്ത ലൊക്കേഷൻ ഇട്ട് അവരവിടേക്ക് പോവാൻ കേട്ടോ. ഈ സമയം നിധിയും ഗൗതമും അവിടെ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ CKC എന്തെങ്കിലും ഒരു പണി തരുമെന്നുള്ളത് ഉറപ്പായതുകൊണ്ട് തന്നെ നിധി അതിനൊരു മുൻകരുതൽ തന്നെ എടുത്തിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ ഭൂമി പൂജ നടത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് തന്നെ എത്തിയിട്ടുണ്ടാവും. അങ്ങനെ ഗോപാലകൃഷ്ണനും ഭാര്യയും അങ്ങനെ എല്ലാവരും എത്തിയിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ പ്രണവും പാർവതിയും കാറിൽ നിന്നും ഇറങ്ങിയ ഉടനെ തന്നെ അവിടെ കാണുന്നത് പാർവതി ബിൽഡേഴ്സ് എന്ന് എഴുതിയ ബോർഡാണ് കേട്ടോ. അത് കാണുന്ന സമയത്ത് പാർവിന് ഒരുപാട് സന്തോഷമാവാണ്. അപ്പോൾ പ്രണവ് പറയണേ, ഏട്ടനും ഏട്ടത്തിക്കും അമ്മയോടുള്ള കരുതലും സ്നേഹവും കണ്ടില്ലേ എന്നും പറഞ്ഞിട്ടാണ് അവരവിടേക്ക് പോകുന്നത്. അങ്ങനെ ഗൗതം അങ്ങ് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് പാർവതിയെയും പ്രണവിനെയും കാണുമ്പോൾ ഗൗതം അതിശയിച്ചു പോവാൻ കേട്ടോ. ഇവരെങ്ങനെ ഇവിടേക്ക് എത്തി, ഇവരെങ്ങനെ എൻ്റെ ഈ ചടങ്ങ് അറിഞ്ഞു എന്നുള്ള ഭാവത്തിൽ സന്തോഷത്തോടു കൂടിയാണ് നോക്കി നിൽക്കുന്നത്. അപ്പോൾ നിധി അവരെ കണ്ടപ്പോൾ അവരുടെ അടുത്തേക്ക് ഓടി ചെല്ലാൻ കേട്ടോ. സന്തോഷം കൊണ്ട് വാ അമ്മേ വാ പ്രണവ് പറഞ്ഞ് വിളിക്കാൻ കേട്ടോ. എന്നിട്ട് പാർവതി ഗൗതമിൻ്റെ അടുത്തേക്ക് ചെല്ലണം. ഗൗതം പാറു എങ്ങനെ ഇവിടെ എത്തി എന്ന് ചോദിക്കുമ്പോൾ ഗൗതം എന്താ ഞങ്ങൾ വന്നത് നിനക്ക് ഇഷ്ടമായില്ലേ, അതോ നീ സന്തോഷം കൊണ്ട് ചോദിച്ചതാണോ എന്ന് ചോദിക്കുമ്പോൾ അതെന്താ പാറു അങ്ങനെ പറഞ്ഞത്, എനിക്ക് നിങ്ങൾ ഇവിടേക്ക് വരുന്നത് സന്തോഷം തന്നെയല്ലേ, നിങ്ങൾ എങ്ങനെയാണ് ഇക്കാര്യം അറിഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ നിധി പറയണ, ഞാനാണ് അവരെ വിളിച്ച് അറിയിച്ചത്, ഞാനാണ് അവരോട് ഇവിടേക്ക് വരാൻ വേണ്ടി പറഞ്ഞത് എന്ന് പറയട്ടോ. അപ്പോൾ പ്രണവ് അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ നിധി പറയണ, പ്രണവ് നീ ഇവിടേക്ക് വാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഗൗതം പറയണ, വേണ്ട നീ ഇവിടേക്ക് വരരുത്, നിൻ്റെ സ്വഭാവം എനിക്ക് അറിയാവുന്നതല്ലേ, നീ എന്തിനാണ് ഇവിടേക്ക് വന്നത്, നിന്നോട് ആര് പറഞ്ഞു ഇവിടേക്ക് വരാൻ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടാൻ കേട്ടോ. അപ്പോൾ പാറു പറയണ, എന്താ ഗൗതം നീ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ നിധി പറയണ, എന്താ ഗൗതം ഇങ്ങനെ സംസാരിക്കുന്നത്, പ്രണവിന് അത്രമാത്രം അധികം ഗൗതമിനോട് ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ ഈ ചടങ്ങിൽ പങ്കെടുക്കാം, നിധി നമ്മളോട് അവൻ എന്തെല്ലാം ദ്രോഹമാണ് ചെയ്തത് നിനക്കറിയാവുന്നതല്ലേ, നീ എന്താ അതൊക്കെ മറന്നുപോയോ എന്ന് ചോദിക്കുമ്പോൾ അതിന് പ്രണവൊന്നുമല്ല അതൊന്നും ചെയ്തത്, പ്രണവ് അറിയാതെ മറ്റാരോ ആണ് ആ ഡോക്യുമെന്റ് എല്ലാം മാറ്റി വെച്ചത്, പ്രണവിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്നൊക്കെ നിധി പറയട്ടെ. അങ്ങനെ പാർവതിയും പറയണം, പ്രണവിനെ ഗൗതം ഇങ്ങ് അടുത്തേക്ക് വിളിക്കുക, അവനോട് ഇവിടേക്ക് വരാൻ പറ എന്ന് പറയണ. അപ്പോൾ ഗൗതം പ്രണവിനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കാൻ കേട്ടോ, ഒരു മടിയോട് കൂടിയിട്ട്. അപ്പോൾ പ്രണവ് പറയണേ, എന്തിനാണ് എൻ്റെ ഏട്ടൻ എന്നെ വിളിക്കുന്നത്, എൻ്റെ ഏട്ടൻ എന്നെ വിളിക്കാതെ തന്നെ ഞാൻ എൻ്റെ ഏട്ടൻ്റെ അടുത്തേക്ക് വരുമല്ലോ എന്ന് പറഞ്ഞ് പ്രണവ് ഗൗതമിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ കേട്ടോ. എന്നിട്ട് രണ്ടുപേരും അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് സന്തോഷത്തോടു കൂടി ഭൂമി പൂജയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ കേട്ടോ. എന്നിട്ട് പൂജാരിയുടെ അടുത്തേക്ക് ചെന്നിട്ട് എന്നാൽ ഇനി ചടങ്ങ് തുടങ്ങാമെന്ന് പറയണേ. അങ്ങനെ അവർ സന്തോഷത്തോടു കൂടി ചടങ്ങുകളൊക്കെ നടത്താൻ വേണ്ടി ഒരുങ്ങാണ്. നിധിയും ഗൗതമും ഗോപാലകൃഷ്ണനെയും ഭാര്യയെയും പാർവതിയെയും പ്രണവിനെയും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്, ഇതെൻ്റെ അമ്മയാണ്, ഇതെൻ്റെ അനിയനാണ് എന്നൊക്കെ പറഞ്ഞിട്ടോ. അപ്പോൾ പാർവതി ഇങ്ങനെ അവരോട് നന്ദി പറയണേ, എൻ്റെ മോന് നിങ്ങളിപ്പോൾ താങ്ങും തണലുമായത് ഒരുപാട് നന്ദിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയാണ്. പിന്നീടാണ് അവർ ഈ ചടങ്ങിലേക്ക് കടക്കുന്നത്. അങ്ങനെ ചടങ്ങിലേക്ക് അവരെല്ലാവരും കൂടി ചേർന്ന് തറക്കല്ലിനുള്ള ആ ഒരു പരിപാടി ചെയ്യാൻ കേട്ടോ. ആ സമയത്താണ് അവിടെ കൃത്യസമയത്തേക്ക് CKC പറഞ്ഞു വിട്ട ആളും പോലീസുകാരും കൂടി അവിടേക്ക് വരുന്നത്. എന്നിട്ട് ഈ ചടങ്ങ് നടത്താൻ വരട്ടെ എന്നങ്ങ് പറയട്ടോ. അപ്പോൾ അത് കാണുന്ന സമയത്ത് ഗൗതമും നിധിയും പാർവതിയും പ്രണവ് എല്ലാവരും അതിശയിച്ചു പോവാൻ കേട്ടോ. ഇതെന്താ ഒരു തടസ്സം പോലെ ഇവർ വന്നിട്ടുള്ളത് എന്നുള്ള ഭാവത്തിൽ. അപ്പോൾ ഗൗതമും നിധിയും ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയണേ, CKC ഏർപ്പാടാക്കി അയാൾ പറയണേ, ഇത് എൻ്റെ സ്ഥലമാണ്, എൻ്റെ സ്ഥലത്ത് എന്താ നിങ്ങൾ കയ്യേറി ഇവിടെ
ഭൂമി പൂജ നടത്താൻ ഒരുങ്ങുന്നത് ഇത് എൻ്റെ സ്ഥലമാണെന്ന് പറഞ്ഞ് അയാൾ ഒരു മുദ്ര പേപ്പർ എടുത്ത് കാണിച്ചു കൊടുക്കാൻ കേട്ടോ. അത് വായിച്ചു നോക്കുന്ന സമയത്ത് നിധിയും ഗൗതമും അതിശയിച്ചു പോവാണ്. അയാളുടെ പേരിലേക്ക് ഈ സ്ഥലം മാറ്റിയിട്ടുണ്ട് എന്നുള്ള ഭാവത്തിൽ. അപ്പോൾ ഗോപാലകൃഷ്ണൻ പറയണ, ഇല്ല, ഇത് എൻ്റെ സ്ഥലമാണ്, ഞാൻ 22 കോടി രൂപ കൊടുത്ത് വാങ്ങിയതാണ്, ആര് പറഞ്ഞു ഇത് നിൻ്റെതാണെന്ന്? ഈ മുദ്ര പേപ്പർ വായിച്ചു നോക്ക്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എന്ന് പറയുമ്പോൾ, ഇല്ല ഗൗതം, ഇതിലെന്തോ ഒരു ചതിയുണ്ട് എന്ന് ഗോപാലകൃഷ്ണൻ പറയണം. നിധി പോലീസിനോട് പറയണേ, ഇല്ല, ഇത് ഞങ്ങളുടെ സ്ഥലം തന്നെയാണ്, ഇത് ഗോപാലകൃഷ്ണൻ സാറിൻ്റെ സ്ഥലമാണ്, അദ്ദേഹം ആരെയും അങ്ങനെ കബളിപ്പിക്കുകയോ പറ്റിക്കുകയോ ചെയ്യില്ല എന്നൊക്കെ പറയുമ്പോൾ, നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ഇത് ആരുടെ സ്ഥലമാണെന്നുള്ളത് ഇനിയിപ്പോൾ കോടതി തീരുമാനിക്കട്ടെ, അതുവരെ ഇവിടെ ഒരു പണിയും തുടങ്ങാൻ ഞങ്ങൾ സമ്മതിക്കില്ല, ഇത് നിർത്തിവെക്കണം എന്ന് പോലീസ് പറയുമ്പോൾ പാർവതിയും പ്രണവും അതിശയിച്ചു പോവാണ്. ഇതെന്താ ഒരു തടസ്സം പോലെ, ഒരു അപശകുനം പോലെയാണല്ലോ, എന്താണിത് എന്നുള്ള ഭാവത്തിൽ വിഷമത്തോട് കൂടിയിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. നിധി പറയണേ, ഇല്ല സാർ, ഇതെന്തോ ഒരു ചതിയുണ്ട്, ഇത് ഗോപാലകൃഷ്ണൻ സാറിൻ്റെ സ്ഥലം തന്നെയാണെന്ന് പറയുമ്പോൾ CKC പറഞ്ഞു വിട്ട ആൾ പറയണേ, ഇല്ല, ഇത് ഞാൻ വാങ്ങിയ സ്ഥലമാണെന്ന് അയാൾ വീണ്ടും പറയട്ടോ. അപ്പോൾ നിധി പറയണേ, ഇതിലെന്തോ ഒരു ചതിയുണ്ട്, നിങ്ങൾ എന്ത് തന്നെ കാണിച്ചാലും ശരി, നിങ്ങൾ വ്യാജമായി ഒരു ഡോക്യുമെന്റ് ഉണ്ടാക്കി കൊണ്ടുവന്നു എന്ന് കരുത്, ഞങ്ങൾ ഈ പൂജ നടത്താതിരിക്കില്ല, ഈ പൂജ നടത്തുക തന്നെ ചെയ്യും എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഒരു സൗണ്ട് കേൾക്കാൻ കേട്ടോ. CKC ആൾ അവിടെ എത്തിയിട്ട് പറയണേ, ഇല്ല, ഈ ചടങ്ങ് നടത്തില്ല എന്നങ്ങ് പറയുമ്പോൾ എല്ലാവരും ആ ഭാഗത്തേക്ക് നോക്കാൻ കേട്ടോ. അപ്പോൾ നിധി പറയണേ, ഞങ്ങൾക്ക് തോന്നി നിങ്ങളുടെ വേല തന്നെ ആയിരിക്കും ഇതെന്ന്. ഗൗതം, നീ പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്നെ ഒന്ന് അറിയിച്ചത് പോലും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ ഗൗതം പറയണ, നിന്റെ വേലയാണല്ലേ ഇത് എന്നും പറഞ്ഞ് ഗൗതം ദേഷ്യത്തിൽ CKCയുടെ ഷർട്ടിന്റെ കോളറയിൽ കയറി പിടിക്കുമ്പോൾ, എന്താ ഗൗതം എന്നെ കാണുമ്പോൾ ഇങ്ങനെ എൻ്റെ ഷർട്ടിൽ കയറി കുത്തി പിടിക്കുന്നത്, ഞാൻ അയൺ ചെയ്ത ഡ്രസ്സല്ലേ, ഇതിങ്ങനെ മുഷിപ്പിക്കല്ലേ, ഇതിങ്ങനെ അഴുക്കാക്കല്ലേ എന്ന് പറയട്ടോ. എന്നിട്ട് കൈയെടുക്ക് ഗൗതം എന്ന് പറഞ്ഞ് കൈയെടുത്ത് അങ്ങ് മാറ്റണം. അപ്പോൾ നിധി പറയണ, ഒരു കാര്യവുമില്ലാതെ ഇയാൾ ഇവിടെ വന്ന് പ്രശ്നമുണ്ടാക്കിയപ്പോൾ തന്നെ എനിക്കൊരു സംശയം വന്നതാണ്, ഇപ്പോൾ ക്ലിയറായി, ഇതന്നെയാണ് ഇതിന്റെ പിറകിലെന്ന്. നിനക്കെന്താ നാണമില്ലേ? എൻ്റെ ഗൗതം എന്ത് ജോലിക്ക് ഇറങ്ങിയാലും എന്ത് ചെന്നെ ചെയ്യാൻ ഒരുങ്ങിയാലും അതിനൊക്കെ തടസ്സമായിട്ട് നിൽക്കാൻ നാണമില്ലേ എന്ന് ചോദിക്കുമ്പോൾ CKC പറയണേ, നിധി നീയൊന്ന് അടങ്ങ്, നിങ്ങൾ ഇവിടെ ബിസിനസ് തുടങ്ങാൻ പോകുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല, ഈ ചന്ദ്രശേഖരൻ ഈ സ്ഥലം വിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവന്റെ കയ്യിൽ നിന്നും ഇത് വാങ്ങിക്കാനാണ് ഞാൻ ഇവിടേക്ക് വന്നത്. അപ്പോൾ ഗോപാലകൃഷ്ണൻ പറയണേ, എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? ഇത് എൻ്റെ സ്ഥലമാണ്, ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയ എൻ്റെ സ്ഥലമാണ്, ഇത് നിങ്ങളുടേതാണെന്ന് അവകാശപ്പെടാൻ നിങ്ങൾ എന്ത് തെളിവാണ് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുള്ളത്? നിങ്ങൾ ഇത് വ്യാജമായി ഉണ്ടാക്കിയതാണെന്ന് ഗോപാലകൃഷ്ണൻ പറയുമ്പോൾ CKC പറയണേ, ഈ പാവം പിടിച്ച ആളുടെ സ്ഥലം കയ്യേറിയതും പോരാ, എന്നിട്ട് നിന്ന് ന്യായീകരിക്കുന്നു, ഗൗതമിന്റെ കൂടെ നിന്നെയും കൂടി അറസ്റ്റ് ചെയ്യിപ്പിക്കേണ്ടതാണ്, അപ്പോൾ നീ പഠിക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ കേട്ടോ. അപ്പോൾ പോലീസിനോട് പറയണേ, ഈ പാവം പിടിച്ച ആളുടെ സ്ഥലമാണ് ഇവർ കയ്യേറാൻ വേണ്ടി നോക്കുന്നത് സാർ, ഇവരെ ഒന്ന് വെറുതെ വിടരുത്, ഇവരൊക്കെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം സാർ എന്ന് CKC പോലീസിനോട് പറയുമ്പോൾ പോലീസ് ഗൗതമിന്റെ അടുത്തേക്ക് ചെല്ലാണ്ടോ. എന്നിട്ട് പറയണേ, വാ ഇവിടെ, നിങ്ങൾ എന്ത് അതിക്രമമാണ് ഈ കാണിക്കുന്നത് എന്നും പറഞ്ഞ് ഗൗതമിന്റെ കയ്യിൽ കയറി പിടിക്കുമ്പോൾ ഗൗതം കൈ അങ്ങ് തട്ടി മാറ്റുകയാണ് കേട്ടോ പോലീസിന്റെ. എന്നിട്ട് ചോദിക്കാണ്, അല്ല നിങ്ങൾ ഏത് സ്റ്റേഷനിലേക്കാണ് എന്നെ കൊണ്ടുപോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ പോലീസ് അങ്ങ് പതറുകയാണ്. എന്നിട്ട് പറയണേ, അത് പിന്നെ ഇവിടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ ആണെന്ന് പറയട്ടോ. അപ്പോൾ നിധി പറയണേ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മേലധികാരിനോട് ചോദിച്ചാൽ പോരെ, ഇതാ മേലധികാരി വന്നിട്ടുണ്ട് എന്നങ്ങ് പറഞ്ഞ് ഇവിടേക്ക് നോക്കാൻ വേണ്ടി പറയാണ്. അപ്പോൾ അവരൊക്കെ അങ്ങ് അതിശയിച്ച് പോവാട്ടോ. അപ്പോൾ അവിടെ ACP മാഡം നിൽക്കുന്നുണ്ടാവും. അപ്പോൾ നിധി രാത്രിയിൽ തന്നെ ACPക്ക് വിളിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ, ഇങ്ങനെ ഒരു ചതി വരാനിരിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു, CKC എന്തെങ്കിലും ഒരു പാര വെക്കും എന്നുള്ളത് നിധിക്ക് മനസ്സിലായത് കൊണ്ട് തന്നെ ACPയെ വിളിച്ച് രാത്രിയിൽ തന്നെ കാര്യങ്ങളൊക്കെ ഫോണിലൂടെ സംസാരിച്ചിട്ടുണ്ടാവും. അങ്ങനെ ACPയെ കണ്ടതോടുകൂടി ആ പോലീസുകാരനങ്ങ് പതറുകയാണ്, ഒപ്പം തന്നെ CKCയും അങ്ങ് പതറാണ് കേട്ടോ. എന്നിട്ട് ACP അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്താ ഗൗതം പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ, ഞാനൊരു പുതിയ ബിസിനസ് തുടങ്ങാൻ വേണ്ടി ഇവിടെ ഭൂമി പൂജ ചെയ്യുന്ന സമയത്ത് ഇയാളതാ ഈ ചന്ദ്രശേഖരനെയും കൂട്ടി വന്നിട്ട് ഇത് അവരുടെ ഇടമാണെന്നും അവരുടെ സ്ഥലമാണെന്നൊക്കെ പറഞ്ഞ് ആവശ്യപ്പെടുന്നു എന്ന് പറയട്ടോ. അപ്പോൾ ACP മാഡം പറയണേ, എങ്കിൽ നിധി നീ ആ മുദ്ര പേപ്പർ ഒന്ന് തന്നെ എന്ന് പറയണേ. എന്നിട്ട് അത് വായിച്ചു നോക്കാണ്ടോ. അത് വായിച്ചു നോക്കി ACP മാഡത്തിന് കാര്യം മനസ്സിലാവാണ് ഇത് തട്ടിപ്പാണെന്നുള്ളത്. അപ്പോൾ ചന്ദ്രശേഖരനോട് ചോദിക്കുകയാണ്, നീ എപ്പോഴാണ് ഈ സ്ഥലം വാങ്ങിയത് എന്ന് ചോദിക്കുമ്പോൾ 10 വർഷമായി എന്ന് പറയട്ടോ. 10 വർഷമായോ? എങ്കിൽ ഈ മുദ്ര പേപ്പർ 4 ദിവസത്തെ പഴക്കമുള്ളല്ലോ, 4 ദിവസത്തെ ഡേറ്റ് ആണല്ലോ ഇതിൽ എഴുതിയിട്ടുള്ളത് എന്നങ്ങ് പറഞ്ഞതോടുകൂടി ചന്ദ്രശേഖരനും CKCയും ഒപ്പമുള്ള പോലീസുകാരനും ഒക്കെ അങ്ങ് പതറിപ്പോവാണ്. ഇത് വ്യാജമായിട്ട് ഉണ്ടാക്കിയതാണ് എന്നും പറഞ്ഞ് നിധിയുടെ കയ്യിൽ ആ മുദ്ര പേപ്പർ കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് പോലീസിനോട് ചോദിക്കുകയാണ്, അല്ല നീ ഏത് സ്റ്റേഷനിലാണ് എന്ന് ചോദിക്കുമ്പോൾ അയാളങ്ങ് പതറിപ്പോവുകയാണ്. എന്താടാ നീ പറയാത്തത്? നിന്നെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ എനിക്കറിയാം എന്ന് പറയുമ്പോൾ, അയ്യോ എന്നെ ഒന്നും ചെയ്യരുത്, ഞാൻ പോലീസുകാരനൊന്നുമല്ല, എന്നോട് പോലീസ് വേഷത്തിൽ വരാൻ വേണ്ടി പറഞ്ഞത് ഇതാ ഇവരാണ് എന്ന് പറഞ്ഞ് ചന്ദ്രശേഖരനെ കാണിച്ചു കൊടുക്കണം, എന്നെ ഒന്നും ചെയ്യരുത് സാർ, എനിക്കൊരു തെറ്റ് പറ്റിയതാണ്, ഇനി ഞാൻ ഇത് ആവർത്തിക്കില്ല എന്ന് അയാളങ്ങ് കീണ അപേക്ഷിച്ച് പറയുകയാണ്. അപ്പോൾ ACP പറയണേ, നിന്നെ എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ തീരുമാനിച്ചോളാം, കസ്റ്റഡിയിൽ എടുത്തേക്ക് എന്ന് പറഞ്ഞ് ആ പോലീസുകാരനെ കോൺസ്റ്റബിളിന്റെ അടുത്തേക്ക് ആക്കുകയാണ്. എന്നിട്ട് ചന്ദ്രശേഖരന്റെ അടുത്തേക്ക് ACP വിളിക്കുകയാണ്. എന്നിട്ട് അയാളുടെ കരണം നോക്കി ഒന്നങ്ങ് പൊട്ടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയണം, ആരാടാ നീ, എന്തിനാണ് ഈ പൂജ തടസ്സപ്പെടുത്താൻ വേണ്ടി നോക്കിയത്, ആരാണ് എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ചന്ദ്രശേഖരൻ CKCയെ തന്നെ നോക്കുക കേട്ടോ. അപ്പം നിധി പറയണേ, എന്താടാ നിന്നോട് ചോദിച്ചത് കേട്ടില്ലേ, നീ എന്തിനാ
എന്തിനാണ് CKCയെ നോക്കുന്നത്? നിനക്കെന്താ വായില്ലേ? സത്യം പറയടാ എന്നങ്ങ് പറയുമ്പോഴും അയാൾ ഒന്നും മിണ്ടാതെ CKCയെ തന്നെ നോക്കി നിൽക്കണം. എന്താടാ നീ വായ തുറന്നൊന്നും പറയരുത്. അപ്പോൾ നിന്നോട് ഇതൊക്കെ ചെയ്യാൻ വേണ്ടി പറഞ്ഞത് ഈ നിൽക്കുന്ന CKC ആണോ എന്ന് ചോദിക്കാട്ടോ. അപ്പോൾ CKC പെട്ടെന്ന് പതറിക്കൊണ്ട് പറയണം, അയ്യോ ഞാനൊന്നുമല്ല, ഇയാൾ ഈ സ്ഥലം വിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാനത് വാങ്ങിക്കാനും കാണാനുമാണ് വന്നത്. ഗൗതം ചോദിക്കുക, എന്താ CKC ഒരു പതർച്ച? പോലീസിനെ കണ്ടപ്പോൾ ഒരു പതർച്ചയുണ്ടല്ലോ, എന്താ നീ തന്നെയല്ലേ ഇതൊക്കെ ഒപ്പിച്ചത്? എനിക്കറിയാം നീ തന്നെയാണ് ഇതൊക്കെ ഒപ്പിച്ചത് എന്ന്. ഞാനൊരു ജോലിക്ക് പോയപ്പോൾ നിനക്കത് അസൂയ മൂത്ത് അത് തടയാൻ വേണ്ടി നീ നോക്കിയതല്ലേ. അപ്പം പിന്നെ ഞാൻ ഇങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു എന്നറിഞ്ഞാൽ നിനക്കുണ്ടോ വെറുതെ ഇരിക്കാൻ കഴിയുന്നു? നീയാണ് ഇതൊക്കെ ചെയ്തത് എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ACP പറയണ, അന്ന് ഗൗതമിനെ കൊല്ലാൻ വേണ്ടി നീ ഒരു ഗുണ്ടയെ ഏർപ്പാടാക്കിയില്ലേ? അയാളുമായി സംസാരിച്ച ആ ഉടനെ തന്നെ സംസാരിച്ചപ്പോഴേ ഞങ്ങൾ നിന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയതാണ്. വേണ്ട എന്ന് വെച്ചപ്പോൾ നീ വീണ്ടും വീണ്ടും ഗൗതമിനെ ഉപദ്രവിക്കാൻ വേണ്ടി നോക്കുന്നോ എന്ന് പറയട്ടോ. അപ്പോൾ നീ ഇപ്പോൾ കള്ളം പറഞ്ഞു എന്ന് കരുതി നീ രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല. ആ കൊണ്ടുപോയതിനെ ഒന്ന് നന്നായിട്ട് പെരുമാറിയാൽ നിന്റെ പേര് അവൻ ഉറപ്പായും പറയും. അതോടുകൂടി നിന്നെ അറന്റോടുകൂടി വന്ന് നിന്നെ അറസ്റ്റ് ചെയ്യും. അപ്പം തീരും നിന്റെ എല്ലാ കളിയും എന്ന് പറയുമ്പോൾ CKC അങ്ങ് പതർച്ചയോട് കൂടിയിട്ട് ഒന്നും മിണ്ടാതെ നിൽക്കണം. അപ്പോൾ പാർവതി പറയണേ, CKC നീ എത്ര തവണ എൻ്റെ മോൻ്റെ അടുത്തും എൻ്റെ നിധിയുടെ അടുത്തും നീ തോറ്റു തുന്നം പാടി, എന്നിട്ടും നിനക്ക് ഒരു നാണവുമില്ലേ? നീ എന്ത് മനുഷ്യനാടോ? എന്നിട്ട് ACP മാഡം പറയണേ, ഇവരെ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാക്ക് എന്ന് പറഞ്ഞ് അവരെ രണ്ടുപേരെയും കൊണ്ടുപോകാൻ കേട്ടോ. എന്നിട്ട് ACP പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ നിധി പറയണേ, മാഡം ഈ ചടങ്ങ് കഴിഞ്ഞിട്ട് പോയാൽ പോരെ, നിങ്ങളുടെ ഫ്രണ്ടിന്റെ ഭൂമി പൂജ ചടങ്ങ് കൂടി കണ്ടിട്ട് പോയാൽ പോരെ, അതിൽ പങ്കെടുത്തിട്ട് പോയാൽ പോരെ എന്ന് പറയുമ്പോൾ ACP അവിടെ നിൽക്കാൻ കേട്ടോ. അപ്പോൾ ആ സമയത്ത് CKC ഒന്നും മിണ്ടാതെ പോകുമ്പോൾ വിരലിനൊടിച്ചുകൊണ്ട് CKCയോട്, ഏയ് അവിടെ നിന്നേ, CKC അങ്ങ് പോവുകയാണോ? എന്തായാലും ഞാനിപ്പോൾ ഈ ചടങ്ങ് നടക്കുന്ന സമയത്ത് കണ്ണ് ദൃഷ്ടി തട്ടാതിരിക്കാൻ വേണ്ടി ഒരു കോലവും വാങ്ങിയിട്ടില്ല. അപ്പോൾ പിന്നെ ഈ ചടങ്ങ് നടക്കുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ നിൽക്കുകയാണെങ്കിൽ എനിക്ക് കണ്ണ് തട്ടാതിരിക്കാനുള്ള ബൊമ്മ വാങ്ങേണ്ടിയിരുന്നില്ല, ഒരു മിനിറ്റ് ഒന്ന് നിന്നിട്ട് പോയാൽ പോരെ എന്നങ്ങ് പരിഹസിച്ചുകൊണ്ട് ചോദിക്കുന്ന സമയത്ത് CKC അങ്ങ് എല്ലാവരുടെയും മുന്നിൽ തലയും താഴ്ത്തി നാണം കേട്ട് നിന്നുകൊണ്ട് അവിടെ നിന്ന് പോവട്ടെ. അപ്പോൾ അത് കാണുന്ന സമയത്ത് എല്ലാവരും അങ്ങ് കൊഞ്ചിരിക്കുകയാണ്. അപ്പോൾ CKC ഒന്നും മിണ്ടാതെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോവണം. എന്നിട്ട് എല്ലാവരും കൂടി ചേർന്ന് ഗൗതമിന്റെ ഭൂമി പൂജ ചടങ്ങ് നല്ല ഭംഗിയായിട്ട് തന്നെ സന്തോഷത്തോടു കൂടി നടത്തണം. അങ്ങനെ CKCക്കും ശിവാനിക്കും നല്ലൊരു തിരിച്ചടി നിധി കൊടുത്ത ശേഷമാണ് ഈ ഭൂമി പൂജ ചടങ്ങ് നന്നായിട്ട് തന്നെ നടക്കുന്നത്.